എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ഇന്നത്തെ കഥ പാണ്ടംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഈ ഉപ്പുമാങ്ങ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണെങ്കിലും ഇതിന് അനന്യസാധാരണമായ ഈ വിശേഷമുണ്ടാകാനുള്ള കാരണവും മേൽപ്പറഞ്ഞ ഭരണിയുടെ ആഗമവും കേട്ടിട്ടുള്ളവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ അവയെ ചുരുക്കത്തിൽ ചുവടെ വിവരിക്കുന്നു. പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷിലാണ്. ഇപ്പോൾ അവിടെ സാമാന്യം ധനപുഷ്ടിയുണ്ടെങ്കിലും ആ തറവാട് മുമ്പൊരു കാലത്ത് വളരെ ദാരിദ്ര്യമുള്ളതായിരുന്നു. നിത്യവൃത്തിക്ക് പോലും യാതൊരു നിവൃത്തിയുമില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ചീനത്തുകാരൻ, ഒരു കപ്പൽ കച്ചവടക്കാരൻ, അവൻ്റെ കപ്പലിൽ വില പിടിച്ച അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് കച്ചവടത്തിനായി പുറപ്പെട്ടു. ദേവഗത്യ മധ്യമാർഗം ആ കപ്പൽ ഉടഞ്ഞുപോയതിനാൽ അതിലുണ്ടായിരുന്ന മിക്ക സാമാനങ്ങളും നഷ്ടപ്പെട്ടു പോയി. കപ്പലിലുണ്ടായിരുന്ന അനേകം ജനങ്ങളും ചരമഗതിയെ പ്രാപിച്ചു. ചിലരെല്ലാം പത്തേമാരികളിലായിട്ടും നീന്തിയും മറ്റും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥനും ഒരു പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ 10 ചീനഭരണികളും അതിൽ കയറ്റി ഒരുവിധം കരയ്ക്കടുത്തു കണ്ട ഒരു ഗൃഹത്തിലേക്ക് ചെന്നു. അത് സാക്ഷാൽ പാണ്ടംപറത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു. അന്ന് ആ ഇല്ലം വളരെ ചെറിയതും ഉള്ളത് തന്നെ പഴക്കം കൊണ്ടും സാമാന്യം പോലെ കെട്ടി സൂക്ഷിക്കായകയാൽ വീണടിഞ്ഞും മഹാമോശമായിരുന്നു. ഈ കച്ചവടക്കാരൻ മുറ്റത്തു ചെന്ന് നിന്നുകൊണ്ട്, "ഇവിടെ ആരാ ഉള്ളത്? ഇവിടെയൊന്ന് കാണട്ടെ" എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഗൃഹസ്ഥനായ ഭട്ടതിരിക്കും അന്തർജനത്തിനും 4-5 കിടാങ്ങൾക്കും കൂടി 2 നാഴി അരിയിട്ട് കഞ്ഞി വെച്ചുണ്ടാക്കി ഗൃഹസ്ഥൻ കഞ്ഞി കുടിക്കാനായിരിക്കാൻ ഭാവിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട ഉടനെ ഭട്ടതിരി പുറത്തേക്ക് വന്നു. അപ്പോൾ കച്ചവടക്കാരൻ, "ഞാൻ ചീനത്തുകാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ ഛേദം വന്നുപോയി. കൂടെയുണ്ടായിരുന്ന വേലക്കാരുമൊക്കെ മരിച്ചുപോയി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എനിക്ക് ഭക്ഷിപ്പാൻ വല്ലതും തന്നാൽ കൊള്ളാം" എന്ന് പറഞ്ഞു. ഇപ്രകാരം ആ കച്ചവടക്കാരൻ്റെ ദീനവചനങ്ങളെ കേൾക്കുകയും പാരവശ്യത്തെ കാണുകയും ചെയ്തിട്ട് ആർദ്രമാനസനായി ഭവിച്ച ആ ഭട്ടതിരി ഉടനെ അകത്തേക്ക് പോയി ആ ഉണ്ടായിരുന്ന കഞ്ഞി എടുത്തുകൊണ്ട് വന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു. കച്ചവടക്കാരൻ കഞ്ഞി കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ഭട്ടതിരിയോട്, "അവിടുന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി തന്നേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതുകൊണ്ട് എൻ്റെ പ്രാണരക്ഷ ചെയ്യുകയാണ് ചെയ്തത്. ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ചത്താലും മറക്കുന്നതല്ല. ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലം തരുന്നതിന് ഞാൻ ശക്തനല്ല. എങ്കിലും ഞാൻ സ്വദേശത്ത് പോയി തിരിച്ചു വരാൻ സംഗതിയായെങ്കിൽ എൻ്റെ ശക്തിക്കു തക്ക പ്രതിഫലം ഞാൻ തരും. പോരാത്തോ ദൈവവും അവിടേക്ക് തന്നുകൊള്ളും. എന്നാൽ എനിക്കിനി ഇവിടുന്ന് ഒരു സഹായം കൂടി ചെയ്തു വരണം. എന്തെന്നാൽ എൻ്റെ സാമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും 10 ചീനഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്നതുവരെ അവ ഇവിടെ വെച്ച് സൂക്ഷിച്ചു തരണം" എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, "ഇവിടെ സ്ഥലം ചുരുക്കമാണ്. എങ്കിലും ഉള്ള സ്ഥലം കൊണ്ട് സൂക്ഷിച്ചു തരാം. ഭരണിയിൽ വിലപിടിപ്പുള്ള സാമാനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാൻ പാടില്ല. ഇല്ലം ഒട്ടും ഉറപ്പില്ലാത്തതാണ്" എന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ, "വിലപിടിപ്പുള്ള സാമാനങ്ങളൊന്നുമില്ല. അതിലൊക്കെ തുവരപ്പരിപ്പ് നിറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ." ഭട്ടതിരി, "എന്നാൽ വിരോധമില്ല." ഉടനെ കച്ചവടക്കാരൻ ഭരണികൾ 10 അടച്ചു കെട്ടി മുദ്രയും വെച്ച് എടുപ്പിച്ച് ഇല്ലത്ത് പുരയ്ക്കകത്തു കൊണ്ടു ചെന്ന് വെപ്പിച്ചു ഭട്ടതിരിയോട് യാത്രയും പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കുറഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നുകൂടി. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ കരഞ്ഞുകൊണ്ട് കിടന്നുരുണ്ടു തുടങ്ങി. ഗൃഹസ്ഥനും അന്തർജനവും വിശപ്പ് കൊണ്ടും കിടാങ്ങളുടെ പാരവശ്യം കണ്ടിട്ടും ആകപ്പാടെ വളരെ വിഷണ്ണരായി തീർന്നു. അപ്പോൾ അന്തർജനം, "ചീനത്തുകാരൻ്റെ ഭരണിയിൽ തുവരപ്പരിപ്പാണെന്നല്ലേ പറഞ്ഞത്? നമുക്കൊരു ഭരണിയിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് വെച്ച് ഈ കുട്ടികൾക്ക് കുറച്ചേ കൊടുത്തെങ്കിലോ? ഇപ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും തിന്നോളും. ഇവർ ഇത്രയ്ക്ക് വിഷമിച്ചു. നമുക്കൊന്നുമില്ലെങ്കിൽ വേണ്ട. ഒന്നും അറിയാറായിട്ടില്ലാത്ത ഈ കുട്ടികൾക്ക് ഇനിയും ഒന്നും കൊടുക്കാത്തത് കഷ്ടമല്ലേ? നേരം 10 നാഴിക പലകയായല്ലോ" എന്ന് പറഞ്ഞു. ഭട്ടതിരി, "പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു. അവിടെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എങ്കിലും മറ്റൊരാൾ നമ്മെ വിശ്വസിച്ച് സൂക്ഷിക്കാനായി വെച്ചിരിക്കുന്ന സാമാനം ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ നാം എടുക്കുന്നത് ശരിയാണോ? മരിച്ചാലും വിശ്വാസവഞ്ചന ചെയ്യരുത്." അന്തർജനം, "ഈ കുട്ടികളുടെ പ്രാണരക്ഷയ്ക്കായിട്ട് അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്താൽ നമുക്കൊരു പാപവും വരികയില്ല. പിന്നെ ആ കച്ചവടക്കാരൻ വരുമ്പോഴേക്കും അത്രയും പരിപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിലിട്ട് നിറച്ചു വയ്ക്കുകയും ചെയ്യാം. അതില്ലെങ്കിൽ തന്നെയും നമ്മുടെ പരമാർത്ഥം അറിഞ്ഞാൽ അവനൊരു വിരോധവും തോന്നുകയില്ല. അവനും ഒരു മനുഷ്യനല്ലേ. വിശന്നാലുള്ള ദണ്ഡം അവനും അറിഞ്ഞിട്ടുണ്ടല്ലോ." എന്തിനു വളരെ പറയുന്നു. ഇങ്ങനെ വളരെ നേരത്തെ വാഗ്വാദം കഴിഞ്ഞതിൻ്റെ ശേഷം ഭട്ടതിരി ഒരു ഭരണി അഴിച്ച് കുറേ പരിപ്പ് എടുക്കുക തന്നെ എന്ന് തീർച്ചപ്പെടുത്തി പുരയ്ക്കകത്ത് ചെന്ന് ഒരു ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് കെട്ടഴിച്ച് ഭരണിക്കകത്ത് കൈയിട്ട് പരിപ്പ് വാരിയെടുത്തു.
ഉടനെ അത് തുവരപ്പരിപ്പ് മാത്രമല്ലെന്ന് തോന്നുകയാൽ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അത് തുവരപ്പരിപ്പും ചില സ്വർണ്ണനാണയങ്ങളുമായിരുന്നു. പിന്നെ പുരയ്ക്കകത്ത് ഇരുട്ടായിരുന്നതിനാൽ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഭരണി നിറച്ച് സ്വർണ്ണനാണയങ്ങളിട്ടു മീതെ മാത്രം കുറേശ്ശെ തുവരപ്പരിപ്പ് ഇട്ടിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായി. 10 ഭരണികളും പരിശോധിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. 9 ഭരണികളും അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ തന്നെ അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. ഒരു ഭരണിയിൽ നിന്ന് ഒരു പവനെടുത്തു കൊണ്ടുപോയി വിറ്റു കുറേ അരിയും കറിക്കോപ്പുകളും ശേഷം പണവും വാങ്ങിയില്ലെത്തു വന്നു. ഉടനെ അന്തർജനം എല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. പിന്നെ ആ ദമ്പതിമാരും ഊണ് കഴിച്ചു. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടതിരി വിചാരിച്ചു, ഏതെങ്കിലും വിശ്വാസവഞ്ചന ചെയ്യുകയെന്നുള്ളത് ഇവിടെ കഴിഞ്ഞു. ഇനിയും ഈ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അതിനാൽ ഇനി സുഖമായിട്ടിരിക്കാനുള്ള മാർഗം നോക്കണം. ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി എടുക്കുകയും ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് ആ ഭരണിയിൽ നിന്ന് ഏതാനും ദ്രവ്യമെടുത്ത് അതികേമമായി 8 കെട്ടോടും മാളികയോടും കൂടി ഒരില്ലം പണിയിച്ചു. ശേഷം ആ ഭരണിയിലുണ്ടായിരുന്ന മുതലിന് വസ്തുക്കളും ഭരണീപാത്രങ്ങൾ മുതലായവയും സമ്പാദിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വലിയ ദ്രവ്യസ്ഥനായി തീർന്നു. പരമാനന്ദമായി സകല ചെലവും കഴിച്ചു പ്രതിവത്സരം 12,000 രൂപ മിച്ചമുണ്ടായി തുടങ്ങി. ആ മിച്ചം വരുന്ന മുതലിന് സ്വർണ്ണനാണയങ്ങൾ വാങ്ങി താൻ എടുത്ത ഭരണി നിറച്ചു തുടങ്ങി. അങ്ങനെ 5-8 കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പൂർവ്വസ്ഥിതിയിൽ നിറച്ച് അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. പിന്നെ ആ 10 ഭരണികളുടെ വലുപ്പത്തിൽ 1 പാതി വീതം വലുപ്പമുള്ള 10 ഭരണികൾ കൂടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അവയിലും സ്വർണ്ണനാണയങ്ങൾ നിറച്ച് അവയും അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറെ ഒരു കപ്പലിൽ സാമാനങ്ങളും കയറ്റിക്കൊണ്ട് ആ ദിക്കിൽ വന്നെടുത്തു. അപ്പോൾ അവൻ പോയിട്ട് 12 കൊല്ലം കഴിഞ്ഞിരുന്നു. അവൻ കരയ്ക്കിറങ്ങി. താൻ ഭരണികൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഇല്ലം അന്വേഷിച്ച് പുറപ്പെട്ടു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഇല്ലത്തിൻ്റെ സ്വഭാവം ആകെപ്പാടെ മാറിക്കണ്ടതുകൊണ്ട് അവന് വളരെ സംശയമായി തീർന്നു. പിന്നെ ചിലരോട് ചോദിച്ചപ്പോൾ ആ ഇല്ലം ഇതുതന്നെയാണെന്നും അത് ഈയിടെ പുത്തനായി പണി കഴിപ്പിച്ചതാണെന്നും ഭട്ടതിരിക്ക് ഒരു നിധി കിട്ടിയതിനാലാണ് ദാരിദ്ര്യമൊക്കെ തീർന്നതെന്നും ഇപ്പോൾ അവിടെ സ്വത്ത് ധാരാളമായി പോയി എന്നും മറ്റും പറഞ്ഞു. അതു കേട്ടപ്പോൾ നിധി കിട്ടിയെന്നു പറയുന്നത് ബോഷ്കാണെന്നും ഇതെല്ലാം തൻ്റെ ഭരണിയിലുണ്ടായിരുന്ന മുതൽ കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരൻ തീർച്ചപ്പെടുത്തി. ഈ സ്ഥിതിക്ക് തൻ്റെ മുതൽ കിട്ടുന്ന കാര്യം 0 തന്നെ എന്നും അവൻ നിശ്ചയിച്ചു. എങ്കിലും ഭട്ടതിരിയെ കണ്ട് ഒന്ന് ചോദിച്ചേക്കാം, തരുന്നുവെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് ആ കച്ചവടക്കാരൻ ഇല്ലത്തു ചെന്ന് മുറ്റത്ത് നിന്നും കൊണ്ട് ഇവിടത്തെ തിരുമേനി ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി മാളികയിൽ ഇരിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പോൾ ആളറിയുകയായി. ഉടനെ അദ്ദേഹം താഴെ ഇറങ്ങി വന്നു. കച്ചവടക്കാരനെ വളരെ ആദരവോടുകൂടി വിളിച്ച് തൻ്റെ പടിപ്പുര മാളികയിൽ കൊണ്ടുചെന്നു കസേര കൊടുത്തിരുത്തി. താനും ഇരുന്നിട്ട് കുശലപ്രശ്നാദികളെല്ലാം ചെയ്തു. പിന്നെ ആ കച്ചവടക്കാരനും കൂടെ വന്നിരുന്നവർക്കും അതികേമമായി ഒരു വിരുന്ന് സൽക്കാരവും കഴിച്ചതിൻ്റെ ശേഷം ഭട്ടതിരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കാനായി വെച്ചിരുന്ന മുതലിൽ നിന്ന് സ്വല്പമെടുത്ത് ചില കൈകാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യുവാൻ സംഗതിയായത് എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ശക്തി നിമിത്തമാണ്. എങ്കിലും എൻ്റെ പ്രവൃത്തി ന്യായവിരോധമായിട്ടുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ തെറ്റിനെ നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുതൽ പലിശയോട് കൂടി ഇവിടെ തയ്യാറുണ്ട് താനും. ഇത്രയും പറഞ്ഞതിൻ്റെ ശേഷം കച്ചവടക്കാരൻ്റെ 10 ഭരണികളും അതോടുകൂടി താൻ ശേഖരിച്ചു വെച്ചിരുന്ന ചെറിയ ഭരണികൾ 10ഉം എടുപ്പിച്ച് പുറത്തു വരുത്തി വെച്ചു. അപ്പോൾ കച്ചവടക്കാരൻ, ഞാൻ ഇവിടെ 10 ഭരണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചെറിയ ഭരണികൾ എൻ്റെ വകയല്ല. ഇതിൻ്റെ കൂടെ അതുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഭട്ടതിരി, നിങ്ങൾ ഈ മുതൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. മുതലിന് അരവാശി പലിശ കൂട്ടി തരേണ്ടതാണല്ലോ. കച്ചവടക്കാരൻ, സൂക്ഷിക്കാൻ തന്ന മുതലിന് സൂക്ഷിപ്പ് കൂലി അങ്ങോട്ട് തരികയല്ലാതെ പലിശ ഇങ്ങോട്ട് വാങ്ങുവാൻ ന്യായമല്ല. അതിനാൽ ഈ പലിശ ഞാൻ വാങ്ങുന്നതല്ല. ഭട്ടതിരി, എനിക്കിപ്പോൾ കൊല്ലത്തിൽ ചെലവ് കഴിച്ച് 12,000-ൽ കുറയാതെ ഉറപ്പിക ബാക്കി ഉണ്ടാകുന്നുണ്ട്. അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എന്നുവേണ്ട എൻ്റെ സർവസ്വവും നിങ്ങളുടെ മുതൽ കൊണ്ടുണ്ടായതാണ്. അനുവാദം കൂടാതെ നിങ്ങളുടെ മുതലെടുത്ത് കൈകാര്യം ചെയ്തതിനായി ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ ചെറിയ ഭരണികൾ കൂടെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വളരെ വ്യസനമാണ്. കച്ചവടക്കാരൻ, ഞാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ച 10 ഭരണികളും പൂർവ്വസ്ഥിതിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടായത് ഇവിടത്തെ ഭാഗ്യവും ഉത്സാഹവും കൊണ്ടെന്നല്ലാതെ വിചാരിപ്പാനില്ല. ഇവിടേക്ക് അപ്രകാരമുണ്ടായ മുതലെല്ലാം ഇവിടത്തെ സ്വന്തം തന്നെയാണ്. അതിനാൽ ആ ബ്രഹ്മസ്വം ഒരിക്കലും ഞാൻ സ്വീകരിക്കുന്നതല്ല. വെറുതെ ഞാൻ ബ്രഹ്മസ്വം സ്വീകരിച്ചാൽ എനിക്കുള്ള ശേഷം മുതൽ കൂടി നശിച്ചു പോകും. ഇങ്ങനെ അവർ തമ്മിൽ വളരെ വാഗ്വാദം കഴിഞ്ഞതിൻ്റെ ശേഷം ചെറിയ ഭരണികൾ 10ഉം ഭട്ടതിരി തിരികെ എടുപ്പിച്ച് അകത്തു തന്നെ കൊണ്ടുചെന്ന് വെപ്പിച്ചു. അതിൻ്റെ ശേഷം ആ കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും പാക്കും കൂട്ടി തൻ്റെ സ്വന്തം ഭരണിയിൽ നിന്ന് 1 ഭട്ടതിരിക്ക് ദാനമായി കൊടുത്തു. അത് വാങ്ങുന്നതിനും ഭട്ടതിരി വളരെ വിസമ്മതിച്ചു. എങ്കിലും കച്ചവടക്കാരൻ്റെ നിർബന്ധ നിമിത്തം ഒടുക്കം വാങ്ങി. ആ ഭരണിയാണ് കോടൻ ഭരണി.
അതിൻ്റെ വായൽപ്പം കോടിയിട്ടുള്ളതിനാലാണ് അതിന് ഈ പേര് സിദ്ധിച്ചത്. ദാനം ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം കച്ചവടക്കാരൻ: അല്ലയോ മഹാബ്രാഹ്മണ, ഈ ഭരണി കുറച്ചു കോട്ടമുള്ളതാണെങ്കിലും വളരെ ഐശ്വര്യവും വിശേഷവും ഉള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നു മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അനിതര സാധാരണമായ ഒരു സ്വാദുണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തൊഴുത് അത്യന്തം സന്തോഷത്തോടു കൂടി 9 ഭരണികളും എടുപ്പിച്ചും കൊണ്ട് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു. വട്ടതിരി ആ ചെറിയ ഭരണികളും കോടൻ ഭരണിയിലുണ്ടായിരുന്ന ദ്രവ്യം മറ്റൊരു ഭരണിയിലാക്കി അതും തൻ്റെ നിലവറയിൽ സ്ഥാപിച്ചു. ആ 11 നിക്ഷേപങ്ങളും ഇന്നും അവിടെ ഉണ്ടായിരിക്കുന്നുണ്ടെന്നാണ് കേൾവി. പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടുകയും തുടങ്ങി. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്രനാൾ കഴിഞ്ഞാലും മാങ്ങയുടെ പച്ചനിറം മാറുകയില്ല. അതിൻ്റെ സ്വാദ് ഇന്ന പ്രകാരമെന്ന് അതനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാമെന്നല്ലാതെ പറഞ്ഞറിയിക്കുന്ന കാര്യം പ്രയാസം. അമൃത തുല്യമെന്ന് പറഞ്ഞാൽ തന്നെ മതിയോ എന്ന് സംശയമാണ്. രുചിക്ഷയം നിമിത്തം ജലപാനം പോലും കഴിക്കാൻ പാടില്ലാതെ കിടക്കുന്നവർക്ക് ആ മാങ്ങയുടെ ഒരു കഷ്ണം കൊടുത്താൽ അപ്പോൾ നിശ്ചയമായിട്ട് മുന്നാഴി അരിയുടെ ചോറുണ്ണും. അത്രയുണ്ട് അതിൻ്റെ സ്വാദ്. ഈ മാങ്ങയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ കൂടി പറയാം. കൊല്ലം 973 ആണ്ട് നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറജപക്കാലത്ത് ഒരു ദിവസം നമ്പൂതിരിമാർ അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയം. അത്താഴത്തിൻ്റെ വെടിപ്പും കേമത്വവും കൊണ്ട് ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോടും: എടോ, എന്താ അത്താഴം കേമം തന്നെയല്ലേ? ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് നടക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റേ നമ്പൂതിരി: അങ്ങനെ തന്നെ, സംശയമില്ല. എങ്കിലും ആ പാണ്ടംപറമ്പത്തെ ഉപ്പുമാങ്ങയുടെ ഓരോ കഷ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ജാദ്യമായേനെ. ആ ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം തിരുമനസ്സുകൊണ്ട് കോവിലെഴുന്നള്ളി പ്രദക്ഷിണമായി പോവുകയായിരുന്നു. നമ്പൂരിമാർ തിരുമനസ്സിനെ കണ്ടില്ല. എങ്കിലും അവിടെ നിന്ന് ഈ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂരി ഇന്ന ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്നു രാത്രിയിൽ തന്നെ തിരുമനസ്സുകൊണ്ട് ഗൂഢമായി ഒരാളെ അയച്ചു പിന്നത്തെ മുറയായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി ഒരു ദിവസം അത്താഴത്തിന് പൂളി വിളമ്പിച്ചു. അവിടെ മുറജപം വകയ്ക്കായി പലവിധത്തിൽ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത്. കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയ കഥ യാതൊരുത്തരും അറിഞ്ഞിരുന്നില്ല. എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂരി ഈ മാങ്ങാ കഷ്ണം എടുത്ത് കഴിച്ചുടനെ ഓഹോ, ആ കുറവും തീർന്നു. എടാ യോഗ്യ, നീയും ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അടുക്കിലിരുന്ന വേറൊരു നമ്പൂതിരി അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നമ്പൂതിരി ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണിയിലേതാണ് എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ആ സമയം കോവിലെഴുന്നള്ളിയിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു. കൊട്ടാരത്തിൽ എഴുന്നള്ളി ഉടനെ ആ നമ്പൂരിയെ വരുത്തി അങ്ങേപ്പോലെ സ്വാദറിഞ്ഞു ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്നും മറ്റും സന്തോഷപൂർവ്വം കൽപ്പിക്കുകയും നമ്പൂരിക്ക് ഒരു സമ്മാനവും കൂടെ തയ്ക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കോടൻ ഭരണിയുടെ അതിലെ മാങ്ങകളുടെയും വിശേഷം. ആ മാങ്ങ ഒരിക്കൽ കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല. ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട്. അതിലെ മാങ്ങയ്ക്കുള്ള അനന്യസാധാരണമായ വിശേഷം ഇന്നും കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊരു നല്ല കഥയുമായി പിന്നീട് വരാം. നന്ദി.